സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അച്ഛൻ രാധികയോട് ചോദിക്കണേ, മോളെ നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്, കൈക്ക് വേദനയുണ്ടോ? അന്നേരം രാധിക പറഞ്ഞേ, ഇല്ലച്ച, സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് ദൈവത്തോട് നന്ദി മാത്രമേ ഉള്ളൂ. മുത്തശ്ശി എപ്പോഴും ഞാൻ പറഞ്ഞ രക്തത്തെക്കുറിച്ച് ഒത്തിരി മോശമായിട്ട് സംസാരിക്കാറില്ലേ, എന്നാലിപ്പോൾ ആ രക്തം കൊണ്ട് ഞാൻ ദൈവത്തെ പോലെ ആരാധിക്കുന്ന ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ലേ, അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. അമ്മ എത്രയും പെട്ടെന്ന് കണ്ണു തുറന്നാൽ മതി, അച്ഛനും കൂടി അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതിനെന്താ മോളെ, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. അങ്ങനെ രാധിക ഒത്തിരി സന്തോഷത്തോടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ശ്യാമേനെ കേട്ടോ. ശ്യാമ അങ്ങനെ പതിയെ കണ്ണു തുറക്കുവാണ്. ഈ സമയം അശ്വതിയും ഡോക്ടറും നേഴ്സും ഒക്കെ കൂടെ ഉണ്ടാകും. അങ്ങനെ ശ്യാമ കണ്ണു തുറക്കുന്നത് കാണുമ്പോൾ അശ്വതിക്ക് ഒത്തിരി സന്തോഷമാവുക. ശ്യാമേ, നീ ഓക്കെ അല്ലേ? ഈ സമയം ഡോക്ടർ പറയണേ, ശ്യാമ മാഡം ഇപ്പോൾ വേദനയൊന്നുമില്ലല്ലോ? ഇല്ല ഡോക്ടർ, ഇപ്പോൾ കുഴപ്പമില്ല. ഡോക്ടർ, ഇതുപോലെ കുറേ ദിവസം ഞാൻ ഇവിടെ കിടക്കേണ്ടി വരുമോ? അന്നേരം ഡോക്ടർ പറയണേ, ഏയ് അതൊന്നും വേണ്ട മാഡം, ഇതൊന്ന് അഴിച്ച് ഒന്നും കൂടി തലയിൽ സ്റ്റിച്ചിടണം. അതിനുശേഷം വേദനയില്ല കുഴപ്പമില്ല എന്നാണെങ്കിൽ നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യാം. എന്താ അതുപോലെ മാഡം? ആ ശരി. ശ്യാമേ, നിനക്ക് ഈ അപകടം പറ്റിയപ്പോൾ ഞാൻ വളരെ ടെൻഷനായിപ്പോയി. അശ്വതിനെ മാലിന്യം ആരെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. ഇപ്പോൾ നീ കണ്ടതാണല്ലോ, ഇപ്പോൾ എൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. ഈ സമയം ഡോക്ടർ പറയണേ, സത്യം പറഞ്ഞാൽ മാഡത്തിന് ബ്ലഡ് അത്യാവശ്യമായിട്ട് വന്നിരുന്നു. ബ്ലഡ് കിട്ടിയില്ലെങ്കിൽ മാഡത്തിൻ്റെ അവസ്ഥ കൂടുതൽ ക്രിട്ടിക്കലായേനെ. ആ സമയത്ത് മിറക്കിൾ എന്നൊക്കെ ഞങ്ങൾ പറയില്ലേ, അതുപോലെ ഒരു മിറക്കിൾ മാഡത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചു. ഇവിടെ ഹോസ്പിറ്റലിൽ വന്നിരുന്നൊരു കുട്ടിയാണ് മാഡത്തിന് ബ്ലഡ് വന്നത്. കണ്ട മാഡത്തിൻ്റെ അതേ മുടിച്ചായ തന്നെ. അത് കേൾക്കുമ്പോൾ ശ്യാമ ഞെട്ടിപ്പോകുക. അശ്വതി ചേച്ചി, ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? അതേ ശ്യാമേ എന്ന് പറഞ്ഞ് അശ്വതി ശ്യാമയുടെ കൈ പിടിക്കുകയാണ്. ഈ സമയം നേഴ്സ് വന്ന് വിളിക്കുമ്പോൾ ഡോക്ടർ അവിടെ നിന്ന് പോകുക. ഈ സമയം അശ്വതി പറയണേ, അതേ ശ്യാമേ, നമ്മൾ അന്വേഷിച്ച് നടന്ന അതേ കുട്ടി തന്നെയാണ് ഇവിടെ നിനക്ക് വന്ന് ബ്ലഡ് വന്നത്. അന്നേരം ശ്യാമക്ക് സങ്കടവും സന്തോഷമൊക്കെ കണ്ട് കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുക. എന്നിട്ട് പറയണേ, എന്നാലും അശ്വതി ചേച്ചി, എനിക്കെൻ്റെ മോളെ കാണാൻ പറ്റിയില്ലല്ലോ. രക്തത്തെ തിരിച്ചറിയുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എൻ്റെ മോളെ രക്തം കൊണ്ടുവന്നു, എന്നിട്ട് പോലും അവളൊന്ന് കാണാൻ എനിക്ക് ഭാഗ്യമില്ലാതായി പോയില്ലേ? ഈ സമയം അശ്വതി പറയണേ, ശ്യാമേ, നീ വിഷമിക്കാതിരിക്കുക, നമ്മൾ നിൻ്റെ മോളുടെ പിന്നാലെ തന്നെയുണ്ട്. അവളുടെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. ആ കുട്ടി ഇവിടെ വന്നത് സിനിമയിലെ ആക്ട്രസ് വിനയ പ്രസാദിൻ്റെ മാഡമില്ലേ, ആ മാഡത്തിൻ്റെ ഒപ്പമാണ്. മാഡത്തിൻ്റെ അനുജത്തിയാണെന്നാണ് ഇവിടെ ഡോക്ടറിനോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എത്രയും വേഗം വിനയ മാഡത്തിൻ്റെ നമ്പർ കണ്ടുപിടിക്കാം. അല്ല, ശ്യാമക്ക് വിനയ മാഡത്തിന് പരിചയമുണ്ടോ? അന്നേരം ശ്യാമ പറയണേ, അത് പിന്നെ 1-2 സ്റ്റേജ് ഷോകളിൽ വെച്ച് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുമുണ്ട്. അശ്വതി ചേച്ചി എത്രയും പെട്ടെന്ന് നമ്പർ കണ്ടുപിടിക്കുക, മാഡത്തെ വിളിച്ച് ഞാൻ തന്നെ സംസാരിച്ചോളാം. എനിക്കിപ്പോൾ ഉറപ്പായി, ഞാൻ അന്വേഷിച്ച് നടന്നത് എൻ്റെ മോളെ തന്നെയാണ്. അവൾ എൻ്റെ കയ്യെത്തും ദൂരത്തുണ്ട്. അശ്വതി ചേച്ചി എത്രയും പെട്ടെന്ന് വിനയ മാമിൻ്റെ നമ്പർ കണ്ടുപിടിക്കണം, ഇനി അധികം താമസിക്കില്ല. അങ്ങനെ പറഞ്ഞ് ശ്യാമ സന്തോഷത്തോടെ ഇരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കേനെയാണ് കേട്ടോ. അങ്ങനെ ഫോൺ ബില്ലടിക്കുന്നത് കാണുമ്പോൾ പ്രിയങ്ക വേഗം പോയി കോൾ അറ്റൻഡ് ചെയ്യുക. അന്നേരം ശരത്തായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. ഹലോ പ്രിയങ്കെ, നമുക്ക് ഒരു ഗോൾഡൻ ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഡയറക്ടർ ഹരിപ്രസാദ് സാറിന് അറിയില്ലേ, സാറൊരു പടം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ പ്രൊഡ്യൂസർ അവസാന നിമിഷം കാലുമാറി. ആ പടം വരുണിനെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യിക്കാൻ കഴിഞ്ഞാൽ നിൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടക്കും. ഞാൻ നമ്മുടെ ഡിമാൻഡ്സിനെയൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ സിനിമയിൽ ഹീറോയിൻ നീ ആയിരിക്കും. നീ വരുണിനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുക. അന്നേരം പ്രിയങ്ക പറയണേ, അത്ര പെട്ടെന്നൊന്നും വരുണിനെ നമ്മുടെ വശത്താക്കാൻ പറ്റില്ല. ഇപ്പോഴും വരുൺ എന്നോട് ഇടഞ്ഞൊരു മട്ടിലാണ്. നീ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യങ്ങളൊക്കെ. ഈ സമയം അതുവഴി പോകുന്ന കൽപ്പന പ്രിയങ്കയുടെ സംസാരം കാണുമ്പോൾ അത് ശ്രദ്ധിക്കുവാണ്. അന്നേരം പ്രിയങ്ക പറയണേ, ഇവിടെയുള്ള ഓരോരുത്തരെ പതിയെ കയ്യിലെടുക്കണം, എന്നാൽ മാത്രമേ വരുണിനെ എനിക്ക് വരിഞ്ഞു മുറുക്കാൻ പറ്റുള്ളൂ. ഈ സമയം ശരത്ത് പറയണേ, അങ്ങനെ നീ കാത്തു നിന്ന് കഴിഞ്ഞാൽ കാലം കടന്നു പോകും. പിന്നെ നിൻ്റെ സ്വപ്നങ്ങളിലൊന്നും നിനക്കൊരിക്കലും എത്താൻ പറ്റില്ല. അല്ല, നീ നിൻ്റെ സ്വപ്നങ്ങളെല്ലാം ഉപേക്ഷിച്ച് അവിടെ അവൻ്റെ ഭാര്യയായിട്ട് തന്നെ താമസിച്ചു പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അന്നേരം പ്രിയങ്ക പറയണേ, നീ എന്തൊക്കെയാണ് പറയുന്നത്? ഒരിക്കലും ഇല്ല. ഞാൻ ഈ വീട്ടിലേക്ക് മരുമകളായി കാലുകുത്തിയത് ചില ലക്ഷ്യങ്ങളോടെയാണ്. ആ ലക്ഷ്യങ്ങൾ ഞാൻ നേടിയെടുക്കുക തന്നെ ചെയ്യും. അതിനാദ്യം വേണ്ടത് ഇവിടെയുള്ള എല്ലാവരുടെയും വിശ്വാസ്യതയാണ്. ഇവിടെയുള്ള ഓരോരുത്തരും ഓരോ സ്വഭാവക്കാരാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാവരുടെ മനസ്സിൽ കയറിപ്പറ്റാൻ പറ്റില്ല. ഓരോരുത്തരെ കയ്യിലെടുക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയം ഇദ്ദേഹക്കുന്ന കൽപ്പന വേഗം തന്നെ മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുക. മുത്തശ്ശി, ഞാൻ പ്രിയങ്കയെക്കുറിച്ച് പറഞ്ഞപ്പോൾ മുത്തശ്ശി ഒന്നും വിശ്വസിച്ചില്ലായിരുന്നല്ലോ. ഇപ്പോൾ അവളുടെ റൂമിലേക്ക് വാ, അവൾ ആരോട് സംസാരിക്കുന്നുണ്ട്, അവളുടെ പ്ലാൻ എന്തൊക്കെയാണെന്ന് അവളുടെ നാവിൽ തന്നെ പറയുന്നത് മുത്തശ്ശിക്ക് കേൾക്കാം. ഈ സമയം ഉർവശിയും കൽപ്പനയുടെ കൂടെ ഉണ്ടാകും കേട്ടോ. മുത്തശ്ശിക്ക് വന്നേ. അങ്ങനെ പറഞ്ഞ് കൽപ്പന ബെല്ലോയിട്ട് മുത്തശ്ശീനെയും കൂട്ടി പ്രിയങ്കയുടെ റൂമിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം പ്രിയങ്കയാണെങ്കിൽ ശരത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക, എൻ്റെ ശരത്തെ, ഇവിടുത്തെ മുത്തശ്ശി എനിക്കൊരു ആഭരണപ്പെട്ട് തന്നു. ആ ആഭരണങ്ങൾ തന്നെ എത്ര രൂപയുടെ മുതലാണെന്നറിയോ? അങ്ങനെ നോക്കുവാണെങ്കിൽ ബാങ്കിലൊക്കെ എന്തോരം രൂപയായിരിക്കും കിടക്കുക. അതെല്ലാം ഞാൻ എൻ്റെ കൈപ്പിടിയിലാക്കും. പക്ഷേ അതത്ര എളുപ്പം സാധിക്കില്ല.
സമയം എടുത്തു വേണം പ്ലാൻ ചെയ്യാൻ. അങ്ങനെ പ്രിയങ്കയുടെ പ്ലാനൊക്കെ ശരത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്തായിരിക്കും കൽപ്പനയും ഉർവശിയും കൂടി മുത്തശ്ശിയെ കൂട്ടി പ്രിയങ്കയുടെ റൂമിൻ്റെ ഫ്രണ്ടിലെത്തുന്നത്. ഈ സമയം കണ്ണാടിയിലൂടെ മുത്തശ്ശിയും കൂട്ടി കൽപ്പന എത്തുന്നത് പ്രിയങ്ക കാണുവാണ് കേട്ടോ. അത് കാണുന്നതും പ്രിയങ്ക പറയുക, അതെ, പിടിച്ചെടുക്കും. ഈ വീട്ടിലെ എല്ലാവരെയും ഞാൻ സ്നേഹം കൊണ്ടും എൻ്റെ കരുതൽ കൊണ്ടും ഞാൻ പിടിച്ചെടുക്കും. ഈ വീട്ടിലേക്ക് ആദ്യമായിട്ട് വന്നപ്പോൾ എനിക്ക് വല്ലാത്ത ഭയം ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെയുള്ള വരുണിൻ്റെ അച്ഛനും അമ്മയും ചേട്ടനൊക്കെ എത്ര സ്നേഹത്തോടെ എന്നോട് പെരുമാറുന്നതെന്നറിയോ? അവർക്ക് എത്ര നല്ല മനുഷ്യരാണ്. ഇത്രയും നല്ല മനുഷ്യരുടെ ഇടയിലേക്കാണല്ലോ ഞാൻ വന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് തന്നെ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ വരുണിനോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം വരുണിൻ്റെ മുത്തശ്ശിയാണ്. ഞാനും വരുണും കൂടി പണ്ട് സംസാരിക്കുമ്പോൾ വരുൺ കൂടുതലും പറയാറുള്ളത് മുത്തശ്ശിനെ കുറിച്ച് തന്നെയാണ്. മുത്തശ്ശി എന്തൊരു ഭാവമെന്നറിയോ? സത്യം പറഞ്ഞാൽ പൂജാമുറി കയറി പ്രാർത്ഥിക്കേണ്ട ആവശ്യമേ ഇല്ല. മുത്തശ്ശിയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചാൽ അത് മാത്രം മതി. വീണെ ഇതുപോലൊരു വീട്ടിലെ മരുമകളാകാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമാണ്. ഇതൊക്കെ കേട്ട് മുത്തശ്ശിക്ക് ഒത്തിരി സന്തോഷമാകുവാണ്. കൽപ്പനയും ഉർവശിയും ആകെ അന്തം വിട്ട് നിൽക്കുവാണ് കേട്ടോ. എന്നിട്ട് പ്രിയങ്ക പറയണേ, എന്നാൽ ശരി വീണെ, ഞാൻ പിന്നെ വിളിക്കാം, എനിക്കിവിടെ കുറച്ച് ജോലിയുണ്ട്. അങ്ങനെ പറഞ്ഞ് കോള് കെട്ടാക്കി തിരിയുക. എന്നിട്ട് പറയണേ, അയ്യോ ഇതാരും മുത്തശ്ശിയോ? മുത്തശ്ശി ഇതെപ്പോൾ വന്നു? എൻ്റെ ഫ്രണ്ട് വീണയാണ് വിളിച്ചത്, അവൾ ഗൾഫിലാണ്. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. അല്ല മുത്തശ്ശി എന്തിനാ വന്നത്? അന്നേരം മുത്തശ്ശി പറയണേ, ഒന്നുമില്ല മോളെ, ഞാൻ ചുമ്മാ ഇതുവഴി പോയപ്പോൾ ഇങ്ങോട്ടൊന്ന് കയറിയെന്നേ ഉള്ളൂ. എന്നാൽ ശരി മുത്തശ്ശി, ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ. അങ്ങനെ പറഞ്ഞ് പ്രിയങ്ക പുറത്തേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശി കൽപ്പനയോട് ദേഷ്യപ്പെടണേ, ഇതാണോ നീ ഇത്ര കാണിച്ചു തരാനായിട്ട് എന്നെ തിടുക്കപ്പെട്ട് വിളിച്ചു വരുത്തിയത്? ആ പ്രിയങ്ക മോളെ എത്ര നല്ല കാര്യങ്ങളാണ് നമ്മുടെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞത്. ഇനി ഇതുപോലെ അവളെക്കുറിച്ച് കുറ്റം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു പോകരുത്. അന്നേരം കൽപ്പന പറഞ്ഞേ, അയ്യോ മുത്തശ്ശി, അവൾ നമ്മളെ കണ്ടപ്പോൾ കാര്യങ്ങളൊക്കെ മാറ്റി പറഞ്ഞതാ. അവൾ ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല സംസാരിച്ചത്. അവളെ പഠിച്ച കള്ളിയാ. ഈ സമയം മുത്തശ്ശി പറയണേ, പഠിച്ച കള്ളി ആരാണെന്നൊക്കെ എനിക്കറിയാം. ഇനി ഇതുപോലെ പ്രിയങ്കമ്മയുടെ കുറ്റം കണ്ടുപിടിക്കാതെ നിന്റെ ഭാഗത്തുള്ള തെറ്റുകൾ ആദ്യം തിരുത്താൻ ശ്രമിക്കുക. ഉർവശി, നീയാണ് ഇവൾക്ക് ഓരോന്നിനും വളം വെച്ച് കൊടുക്കുന്നത്. ഈ കാര്യങ്ങളെക്കുറിച്ച് പരമേശ്വരനോട് ഞാൻ പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നറിയാലോ? അവൻ നിന്നെ അടിച്ച് പുറത്താക്കും. അത് വേണ്ടെന്നുണ്ടെങ്കിൽ മര്യാദക്ക് നടക്ക്. ഇവളെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കാൻ നോക്ക് നീ. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്നും പോകുക. ഈ സമയം ഉർവശി പറയണേ, എൻ്റെ മോളെ, എന്നാലും അവൾ എന്തൊരു കള്ളിയാ. അതേക്കുമ്പോൾ കൽപ്പന വരണേ, ശരിയാ, അവൾ കക്കാനും നിൽക്കാനും പഠിച്ചവളാ, പല അടവുകളും പയറ്റി തെളിഞ്ഞവളാ. ഈ സമയം ഉർവശി പറയണേ, അതേ മോളെ, അവളോട് കളിക്കുമ്പോൾ നീ സൂക്ഷിക്കണം. ഇപ്പം തന്നെ അമ്മ പറഞ്ഞത് കേട്ടില്ലേ, എന്നെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കുമെന്ന്. കാര്യങ്ങൾ അവിടെ വരെ എത്തിക്കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് നീ പ്രിയങ്കയുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാൻ നോക്ക്. നിൻ്റെ കൂടെ എന്തിനു ഞാനുണ്ടാവും. അങ്ങനെ പറഞ്ഞ് ഉർവശി അവിടെ നിന്നും പോകുക. ഈ സമയം കൽപ്പന പറയണേ, എനിക്ക് അവകാശപ്പെട്ട ഈ സ്വത്തുക്കളൊന്നും അവളങ്ങനെ ഒറ്റയ്ക്ക് കൈക്കലാക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവളെ ഞാൻ ശരിയാക്കും. ഈ സമയം പ്രിയങ്ക അങ്ങോട്ടേക്ക് വരിക. എന്തിനാ കൽപ്പന എടുത്തി എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? നമുക്ക് രണ്ടുപേർക്കും അവകാശപ്പെട്ടതല്ലേ ഈ കുടുംബവും ഇവിടുത്തെ സ്വത്തുക്കളും എല്ലാം. പിന്നെയും എന്തിനാ എന്നിങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ മോശക്കാരിയാക്കിയിട്ട് ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നത്? അങ്ങനെ ശ്രമിച്ചാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ കണ്ട വെറുമൊരു പെണ്ണല്ല, വെറുമൊരു നാട്ടിൻപുറത്തുകാരി പെണ്ണ് മാത്രമല്ല ഈ പ്രിയങ്ക. അതുകൊണ്ട് എന്നോട് കഴിക്കുമ്പോൾ നിങ്ങളെ കുറച്ച് സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് എന്നെ കൊള്ളാം. അങ്ങനെ പറഞ്ഞ് കൽപ്പനയെ വെല്ലുവിളിച്ചിട്ട് പ്രിയങ്ക അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് റൂമിൽ ഉറങ്ങിക്കിടക്കുന്ന രാധികയുടെ അരികിലേക്ക് സങ്കടത്തോടെ എത്തുന്ന യശോദയാണ്. അങ്ങനെ യശോദ ഉറങ്ങിക്കിടക്കുന്ന രാധികയെ തന്നെ ഇങ്ങനെ നോക്കുക. എന്നിട്ട് രാധികയുടെ കഴുത്തിൽ വരുൺ താലി കിട്ടിയതും പിന്നീട് ആ താലി പ്രിയങ്കയും മുത്തശ്ശിയും എല്ലാവരും കൂടി അഴിച്ചെടുത്ത സംഭവങ്ങളൊക്കെ എടുത്ത് പൊട്ടിക്കരയുക. എൻ്റെ മോളെ, ഉറങ്ങിക്കിടക്കുമ്പോഴും നീ ഉള്ളിൻ്റെ ഉള്ളിൽ കരയുവാണ്. എനിക്കറിയാം. നിന്റെ കെട്ടുതാലി അഴിച്ചെടുക്കാൻ നിന്നവർക്കൊപ്പം ഈ അമ്മയും നിസ്സഹായം നിന്നില്ലേ? നിന്നോട് ഞാൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. ആ സമയം എനിക്ക് മറ്റൊരു വഴിയില്ലാതെ പോയി മോളെ. എനിക്കറിയാം, ഒരമ്മയും ഒരു മോളോട് ചെയ്യാൻ പാടില്ലാത്ത വലിയ തെറ്റാണ് നിന്നോട് ഞാൻ ചെയ്തത്. ഈ അമ്മയ്ക്ക് നീ മാപ്പ് തന്നെ മോളെ. നിന്നോട് മാപ്പ് ചോദിക്കാനുള്ള അർഹത പോലും എനിക്കില്ല. മനസ്സിന് വല്ലാത്ത ഭാരം പോലെ, സമാധാനമില്ല മോളെ എന്നൊക്കെ പറഞ്ഞ് രാധികയുടെ നെറ്റിയിൽ വന്ന് ഉമ്മ കൊടുക്കുകയാണ്. എന്നിട്ട് രാധികയുടെ കാലിൽ പിടിച്ച് കരഞ്ഞ് മാപ്പ് അപേക്ഷിക്കുകയാണ് കേട്ടോ യശോദ. പിന്നെ ശബ്ദം കേട്ട് രാധിക എണീറ്റാലോ എന്ന് പറഞ്ഞ് വാപുത്തിയിട്ട് സങ്കടത്തോടെ റൂമിന് പുറത്തേക്ക് പോകുവാണ്. വീണ്ടും വിവാഹത്തിൻ്റെ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ വീണ്ടും ഓർക്കുവാണ് യശോദ. അതൊക്കെ ഓർത്ത് യശോദക്ക് വല്ലാത്ത തളർച്ചയും ക്ഷീണമൊക്കെ തോന്നുവാണ്. പെട്ടെന്ന് തന്നെ യശോദ അവിടെ തലറിഞ്ഞ് വീഴുവാണ് കേട്ടോ. ഈ കാഴ്ച കണ്ട് ദേവനാരായണൻ ഓടി വരുക. ഈശ്വര, യശോദേ, അമ്മേ, ഒന്ന് ഓടി വന്നേ. അങ്ങനെ അമ്മയും രാധികയൊക്കെ എണീറ്റ് ഓടി വരുവാണ്. അങ്ങനെ എല്ലാവരും ചേർന്ന് യശോദയുടെ ഈ അവസ്ഥ കൊണ്ട് ടെൻഷനാകുവാണ് കേട്ടോ. രാധികയും മുത്തശ്ശിയൊക്കെ യശോദയെ വിളിച്ചെണീപ്പിക്കുവാൻ ശ്രമിക്കുവാണ്. അങ്ങനെ എല്ലാവരും ടെൻഷനോട് കൂടി നിൽക്കുന്ന ആ ഒരു സീൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വരിക. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതേപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.